നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് നമ്മുടെ ട്രേഡിംഗ് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രേഡിംഗ് ട്യൂട്ടോറിയൽസ് ഒന്നും ചെയ്യാറില്ല. നമ്മൾ മറ്റുള്ള കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്ന് ചോദിക്കാറുണ്ട്, നല്ല ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാനൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നിങ്ങളൊരു ഡേ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും വിടാതെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്താൽ മാത്രമേ നിങ്ങളൊരു നല്ലൊരു ഡേ ട്രേഡർ ആവുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചിന്ത കംപ്ലീറ്റ്ലി മാറ്റി വെച്ചോ. കാരണം എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത മാറ്റിയിട്ട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നല്ല നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചാർട്ടിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുമ്പോൾ ആ സമയത്ത് നല്ലൊരു എൻട്രി എടുക്കുക. കൃത്യമായിട്ട് അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ടാർഗറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം, എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കണം, ആ ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോവുകയാണ്, നമ്മൾ ബാറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ വരുന്ന എല്ലാ ബോളുകളും അടിച്ച് ബൗണ്ടറി കടത്തണമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ പോലും നമ്മൾ തികച്ച് ക്രീസിൽ നിൽക്കില്ല. അപ്പോൾ തന്നെ നമ്മൾ വേഗം തന്നെ ഔട്ടായി കയറി പോയിട്ടുണ്ടാവും. അതല്ല, കൃത്യമായിട്ട് നമുക്ക് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നല്ലൊരു ഷോട്ട് എടുക്കാൻ പറ്റുന്ന ബോളുകൾ മാത്രം നമ്മൾ കളിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ടീമിനെ വിജയിപ്പിക്കാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ട്രേഡിങ്ങിലും അപ്ലൈ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ നമ്മൾ ഏത് സ്ട്രാറ്റജിയാണോ ഫോളോ ചെയ്യുന്നത് ആ സ്ട്രാറ്റജിയിൽ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളുണ്ടാവും. ഈ രീതിയിൽ പ്രൈസ് ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു എൻട്രി എടുക്കുകയുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കണ്ടീഷൻസ് എല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രം ഒരു എൻട്രി എടുക്കുക. അല്ലാതെ നമ്മളൊരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മറ്റെന്ത് രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ് അവിടെ നടന്നാലും അത് മാക്സിമം മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അത് മാക്സിമം മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്ട്രാറ്റജീനെ തന്നെ ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് ആ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ പറയുന്ന ആ കണ്ടീഷൻസ് മാച്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു എൻട്രി എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്ക്രീനിൽ കാണാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മാറ്റിക് USDT പേരിലുള്ള ഒരു പെർപച്വൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലാണ്. ഒരു 4 hour ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഏതൊരു ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ 4 hour ടൈം ഫ്രെയിമിലും അല്ലെങ്കിൽ 1 hour ടൈം ഫ്രെയിമിലൊക്കെ ആയിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കീ ലെവൽസ് എന്ന് പറയുന്നത്. കീ ലെവൽസിന് വളരെയധികം ഇമ്പോർട്ടൻസ് പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിലുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ പലതവണ പ്രൈസിനൊരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോകാനായിട്ട് സെല്ലേഴ്സിന് സാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നുകിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് ഒരു ക്യാൻഡിൽ ഫോം ആവണം, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു പ്രൈസ് റിജക്ഷൻ, അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണോ ഒക്കെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴേക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് താഴേക്ക് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ഉള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു ബിയറിഷ് സൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു എൻട്രി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു ക്യാൻഡിൽ ഒന്നുകിൽ നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ബിയറിഷ് ആയിട്ടുള്ള സൈനോ, ഇപ്പോൾ ഈ ഒരു ചെറിയ രീതിയിലുള്ള ബ്രേക്ക് ഔട്ടിന് അവിടെ സാധ്യത നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ളൊരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ടായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ ഒരു ലോങ് ഷാഡോയ്ക്ക് മുകളിലാണ്, അല്ലെങ്കിൽ ആ ലോങ് ഷാഡോയുടെ അകത്താണ് ഈ ഒരു ക്യാൻഡിൽ നിൽക്കുന്നത്. ആ ഒരു ലോങ് ഷാഡോ ആ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രൈസ് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് ആ മുകളിലേക്ക് പോകാനായിട്ട് സാധ്യത നമുക്കിവിടെ കാണാം. പ്രൈസ് വീണ്ടും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് വീണ്ടും ഇവിടെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, ഈ രീതിയിലുള്ള ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട്, എന്നാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ട് നമുക്കിവിടെ ഫോം ആയിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം, ഈ ഒരു റെഡ് ക്യാൻഡിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കാം. നമ്മൾ മുൻപ് പല വീഡിയോകളിലും ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് കുറച്ചുകൂടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അത്തരത്തിലുള്ളൊരു റിജക്ഷൻ അവിടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ.
സോ നമുക്ക് വെയിറ്റ് ചെയ്യാം തിരിച്ച് ആ പ്രൈസ് അവിടേക്ക് റീടെസ്റ്റ് നടത്തുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു ബിയറിഷ് എൻഗൾഫിംഗ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. ഈ രീതിയിൽ തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ട് തന്നെ ഒരു റെഡ് ക്യാൻഡിലൂടെ ഫോം ആയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു റെഡ് ക്യാൻഡിൽ നമുക്കൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ 1.5 ആണ്. അതായത് എത്രയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു 1.5x ആണ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്, ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ആ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത് ഇവിടെ നമുക്ക് വീണ്ടും ഒരു ലെവൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഈ ഒരു വലിയ ലോങ് ഷോട്ട് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ടച്ചുള്ള ഏരിയാസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മളത് നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏറ്റവും കൂടുതൽ ടച്ചുള്ള ഈ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനിയും നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. ഒരു ബുള്ളിഷ് ആയിട്ടുള്ള എന്തെങ്കിലും സൈനോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മളൊരു ട്രേഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തന്നെ ആ ഒരു ഏരിയ ആക്ട് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചെറിയ രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പ്രൈസ് വീണ്ടും തിരിച്ച് കയറാണ്. വീണ്ടും ആ ഒരു ഏരിയയ്ക്ക് താഴേക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു റീടെസ്റ്റ് കിട്ടണം. റീടെസ്റ്റിന് അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു എൻട്രി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് വീണ്ടും പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു കീ ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു കീ ലെവൽ കൂടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കീ ലെവൽസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു കീ ലെവൽ നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു 5 ക്യാൻഡിൽസ് എടുക്കുക. അതിന് മുൻപുള്ള ഒരു 5 ക്യാൻഡിൽസ് എടുക്കുക. അതിന് മുൻപുള്ള 5 ക്യാൻഡിൽസോ അതിന് ശേഷമുള്ള 5 ക്യാൻഡിൽസോ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു കീ ലെവലായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കീ ലെവൽസ് നിങ്ങൾ എടുക്കുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു കീ ലെവൽ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഇത് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നോക്കാനായിട്ടുള്ളത് നമുക്ക് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ബിയറിഷ് സൈനോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സൈനോ കിട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു കീ ലെവലിലേക്ക് പ്രൈസ് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു പ്രൈസ് റിജക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ നമ്മളൊരു എൻട്രി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഇനി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ തന്നെ ഫോം ആയിട്ടുണ്ട്. നല്ലൊരു റിജക്ഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു പ്രൈസ് റിജക്ഷൻ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത ക്യാൻഡിലും നല്ല രീതിയിലുള്ളൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. ദെൻ നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിലായിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെയാണ് ഒരു എൻട്രി എടുക്കുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റുന്നത് ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ പ്രൈസ് ഒരു ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് എടുക്കുന്നു. ദെൻ വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു ക്യാൻഡിലാണ് നമ്മളൊരു എൻട്രി എടുക്കുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് ഈ ഒരു 1.5 എന്ന് പറയുന്ന ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് മുൻപുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക്, അതായത് ഈ ഒരു കീ ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കീ ലെവലിലേക്ക് ടാർഗറ്റ് വയ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇനി ഒരു മൂവ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കീ ലെവൽ, അതായത് ഈ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. മുൻപ് പലതവണ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. ഇപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുമ്പോൾ ക്യാൻഡിൽസ് എല്ലാതും ഒന്ന് കൺജസ്റ്റഡ് ആവുന്നതും പിന്നീട് തിരിച്ചൊന്ന് ഇറങ്ങുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതായത് ഈ രീതിയിൽ ഇവിടെ നിന്ന് പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുന്നുണ്ട്. നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഈ ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ, അതായത്
ഇതെന്ന് പറയുന്നത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽസിൻ്റെ എല്ലാം ക്ലോസിംഗ് പ്രൈസിനേക്കാളും താഴെയാണ് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത്. ആ ക്യാൻഡിൽ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ നല്ല രീതിയിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ റിജക്ഷൻ സംഭവിച്ച് ഈ ഒരു തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാൻഡിൽസിൻ്റെയും താഴെയാണ് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് വരുന്നത്. സോ നമുക്കത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് സൈൻ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ക്യാൻഡിൽ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും, ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഞാനപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയ്ക്ക് തൊട്ട് മുകളിലായിരിക്കും. ആൻഡ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് ടാർഗറ്റ് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇനി മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിൽ എന്തുകൊണ്ടാണ് വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും പ്രൈസിന് ഒരു റീടെസ്റ്റ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് പ്രൈസ് റിജക്റ്റ് ആയിട്ട് താഴേക്ക് വരാനായിട്ടുള്ള ചാൻസുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് മുകളിലായിട്ട് നമ്മുടെ ടാർഗറ്റ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും പ്രൈസ് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു, പക്ഷേ നമ്മൾ ആ ഒരു എൻട്രി എടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഒരു കീ ലെവൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഇവിടെ ഒരു ലെവൽ ഇവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഒരു ബുള്ളിഷ് സൈനോ അല്ലെങ്കിൽ ഒരു ബിയറിഷ് സൈനോ അല്ലെങ്കിൽ ഒരു ബ്രേക്കൗട്ടോ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു റീടെസ്റ്റ് നമുക്ക് വേണം, അവിടെ നിന്നൊരു പ്രൈസ് റിജക്ഷൻ നമുക്ക് കിട്ടണം. ഓക്കെ, ഒരു പ്രൈസ് റിജക്ഷൻ നമുക്ക് അവിടെ കിട്ടുന്നില്ല. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇനി മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. നല്ല രീതിയിലുള്ള ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ നമുക്ക് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. കാരണം ഈ ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിലിനേക്കാളും മുകളിലാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെല്ലിംഗ് പ്രഷർ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയ്ക്ക് താഴെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. തൊട്ട് മുൻപുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് നമ്മുടെ ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏത് രീതിയിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിവിടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പ്രൈസ് കൺജസ്റ്റഡ് ആയിട്ടാണ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോകാനായിട്ട് പ്രൈസിന് ഒരിക്കലും സാധിച്ചിട്ടില്ല. ആൻഡ് വീണ്ടും ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ കൂടി വന്നിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ രീതിയിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ നല്ല രീതിയിൽ കൂടി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മറ്റൊരു ലെവലും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ലെവൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇനി ഉള്ള പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ ആണ്. ഈ രീതിയിൽ ഒരു ഡബിൾ ടോപ്പ് ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നല്ല രീതിയിലുള്ളൊരു സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല രീതിയിലുള്ളൊരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ നമുക്ക് അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിലുള്ളൊരു ഷോർട്ട് പൊസിഷൻ ഇവിടെ എടുക്കാനായിട്ട് പറ്റും. സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിൽ വയ്ക്കാം. അതുപോലെ തന്നെ ടാർഗറ്റ് നമുക്ക് ഒരു 1.5 വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു 1.5 ഒരു പുതിയ ചാർട്ട് പാറ്റേണിൻ്റെ സ്റ്റാർട്ടിംഗ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 1.5 തന്നെ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കാം. നമുക്ക് ഈ രീതിയിലുള്ളൊരു സൈഡ് വേസ് മൂവ്മെൻറ്റിൽ ഇതിവിടെ സംഭവിച്ചിട്ടുള്ള പോലുള്ള സൈഡ് വേസ് മൂവ്മെൻറ്റിൽ മാത്രമേ നമുക്ക് തൊട്ട് മുൻപുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ നമുക്കൊരു ടാർഗറ്റായിട്ട് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ 1.5 എന്ന് പറയുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഇവിടുത്തെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ഈ ട്രേഡ് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ട്രേഡ്സ് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ നമുക്ക് എടുത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ സിമ്പിളായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ബേസിക്കായിട്ട് ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേണും അതുപോലെ തന്നെ ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് പാറ്റേൺസും ബുള്ളിഷ് എൻഗൾഫിങ്ങും അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാറും ഡോജി ക്യാൻഡിൽസും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ രീതിയിലൊക്കെ ട്രേഡ്സ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിലാണ്.